ഹലോ കൂട്ടുകാരെ, നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. 2 മാസം കുട്ടികളുടെ വെക്കേഷനൊപ്പം ഞാനും ഒരു ബ്രേക്ക് എടുത്തു. കുറച്ച് യാത്രകൾ, പേഴ്സണൽ എമർജൻസീസ് അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നൗ ഐ എം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഒരു മോർണിംഗ് റുട്ടീനെ കുറിച്ച്. അപ്പോൾ എല്ലാ ദിവസവും നല്ലൊരു റുട്ടീൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന്. ഓക്കെ, നമ്മൾ അടുക്കും ചിട്ടയും എന്നൊക്കെ പറയും. അപ്പോൾ ചിട്ടയുള്ള ഒരു ജീവിതം അത്യാവശ്യമാണ്. അത് പണ്ടുള്ളവർ ഫോളോ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ജീവിത സാഹചര്യങ്ങളും കാരണം നമുക്ക് ചിലപ്പോൾ എപ്പോഴും ഒരേ റൂട്ടീനിൽ പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കും. ചിലവർ വിചാരിക്കും എന്തൊരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് എന്തൊരു ബോറിംഗ് ആണെന്ന്. പക്ഷേ അതിൻ്റെ നല്ല കാര്യങ്ങൾ, നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുന്നത് കൊണ്ട് ആദ്യം തന്നെ നമ്മുടെ ബോഡി സിസ്റ്റം അതുമായിട്ട് യൂസ് ടു ആവുകയാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ സമയത്ത് കിടക്കുക, ഓരോ സമയത്ത് എണീക്കുക എന്നുള്ളത് ബോഡി ഭയങ്കര ഫ്ലക്ച്വേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഓക്കെ, ബോഡി സിസ്റ്റത്തിന്. അപ്പോൾ എല്ലാവരും അറിയാവുന്ന കാര്യമാണ്, ഒരു 7-8 മണിക്കൂർ എന്തായാലും രാത്രി ഉറക്കം വേണം, എന്നാലേ ബോഡിക്ക് റിപ്പയർ ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു ചിട്ട നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി അത് യൂസ്ഡ് ആയിട്ട് കുറേ രോഗങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം, ഓക്കെ, അതിനും ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് സ്റ്റൈൽ ആവശ്യമാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി അത് എല്ലാം കുറയും. മെൻ്റൽ ഹെൽത്ത് വളരെ മെച്ചപ്പെടും. ഓക്കെ, ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചതും കൂടുതൽ പഠിക്കാൻ തുടങ്ങിയതും. അപ്പോൾ ഇതിനെ ഹാരൾഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി മോർണിംഗ് മിറക്കിൾ എന്നൊരു ബുക്കിൽ പറഞ്ഞതാണിത്, സേവേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സേവേഴ്സ് എന്ന്, അതാണ് ഇതിൻ്റെ ആക്രോണിം, അതായത് ഷോർട്ട് ഫോം. അപ്പോൾ എന്താണ് ഈ സേവേഴ്സിൽ പറയുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ നീളാൻ സാധ്യതയുണ്ട്, പക്ഷേ സ്റ്റേ പുട്ട്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉള്ളതായിരിക്കും. അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പ്രയോഗിച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എസ് എന്താണ് പറയുന്നത്? സൈലൻസ്. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് സൈലൻസോട് കൂടിയായിരിക്കണം. അതായത് പണ്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ പ്രെയർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റതും ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഓടാതെ സമാധാനമായിട്ട് ജസ്റ്റ് ഒന്ന് എണീറ്റത് ഈശ്വരനോട് നന്ദി പറയുക. ഓക്കെ, നല്ലൊരു ഉറക്കത്തിന്, ഓക്കെ, നിങ്ങൾക്കൊരു കംഫർട്ടബിളായ ഒരു ബെഡിന്. ഞാൻ പണ്ടത്തെ വീഡിയോയിലും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സൈലൻസ്. ഓക്കെ, ആ സൈലൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് ആണെങ്കിൽ ബെസ്റ്റ്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, അതായത് സൈലൻസിലോടുകൂടി നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ചെയ്യാനുള്ള ടെൻഷനും സ്ട്രെസ്സും കൊണ്ട് എല്ലാം ഒരിക്കലും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ശാന്തമായിട്ട് നമ്മുടെ ഇന്നർ വോയിസിനെ ആയിട്ട് കണക്ട് ചെയ്യുക. ഇന്നർ വോയിസ് എന്താണ് പറയുന്നത് നമ്മളടുത്ത്, ഓക്കെ, അത് കേൾക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കണക്ഷൻ ഓഫ് യൂണിവേഴ്സൽ പവർ കൂടിയാണ്. ഓക്കെ, ഞാൻ എപ്പോഴും യൂണിവേഴ്സൽ ഫോഴ്സസിനെയും സ്പിരിച്വൽ ഫോഴ്സസിനെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ യൂണിവേഴ്സൽ ഫോഴ്സസ് നമുക്ക് എന്താണ് ഇന്നത്തെ തരുന്ന മെസ്സേജ്, ഓക്കെ, നമ്മൾ എന്താണ് ഇന്ന് ചെയ്യേണ്ടത്, അതൊരു 10 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷനിൽ കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അത് അങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് വെച്ച് തുടങ്ങുക. എന്നിട്ട് പതിയെ 10 മിനിറ്റ്സിലേക്ക് ആക്കാം. അതായത് നമ്മുടെ മനസ്സ് ഫോഴ്സ്ഫുള്ളി നമ്മൾ സൈലൻ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം മൗനമായിട്ട് ഇരിക്കുക. ചില തോട്ട്സ് വരും. ഓക്കെ, മനുഷ്യ മനസ്സാണ്, തോട്ട്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പുഷ് ചെയ്ത് കളയരുത്. അത് വന്നോട്ടെ പൊയ്ക്കോട്ടെ, പക്ഷേ അവയർനെസ് നമ്മൾ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുക. ട്രൈ ടു കം ടു ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഐ ടേക്ക് യു ത്രൂ ഗൈഡഡ് മെഡിറ്റേഷൻ ഓൾസോ ലേറ്റർ ഓൺ. അപ്പോൾ ഈ ബ്രേക്കിൽ ഞാൻ പുതിയ കോണ്ടൻറ്റും കൂടെ കുറേ പ്ലാൻ ചെയ്യുമായിരുന്നു. എങ്ങനെയാണ് വീഡിയോസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ടത് എല്ലാം അത് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സൈലൻസിൽ കൂടെ തുടങ്ങിയാൽ തന്നെ നമ്മുടെ ദിവസം ഭയങ്കര മനോഹരമായിട്ട്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്, ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടായിരിക്കും ആ ദിവസം പോവുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നാളെ തൊട്ട് തന്നെ സൈലൻസിൽ ആദ്യം ഒരു 5-10 മിനിറ്റ് ബെഡിലിരുന്നിട്ട് തന്നെ ബി കാം, ബി സൈലൻറ്റ്. അങ്ങനെ കഴിയാത്തവർ ഈശ്വരനോട് ഒരു ചെറിയ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട്, ഓക്കെ, ഇന്നത്തെ ദിവസം നന്നായിരിക്കണേ, നല്ല രീതിയിലെല്ലാം പോവാൻ, നമ്മൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്,
എല്ലാത്തിനും അനുഗ്രഹത്തിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എസ് ആയി സൈലൻസ്. ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ എ. ഓക്കെ, എ എന്ന് വെച്ചാൽ ആഫർമേഷൻ. ആഫർമേഷൻസ് എന്താണ്? നിങ്ങൾ കുറേ വീഡിയോസിലോ അല്ലെങ്കിൽ ബുക്സിലോ വായിച്ചിരിക്കാം ആഫർമേഷൻസിൻ്റെ പവറിനെ കുറിച്ചിട്ട്. അത് ഒരു മൈൻഡ് റീപ്രോഗ്രാം ചെയ്യേണ്ട വളരെ പവർഫുള്ളായ ഒരു ടെക്നിക്കാണ്, ഒരു ടൂളാണ് ആഫർമേഷൻസ്. അതായത് നമ്മൾ നമ്മുടെ മനസ്സിനോട് എന്താണ് ദിവസം തോറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓക്കെ, അതിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കുറേ പേര് നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് കേട്ട് കാര്യങ്ങളായിരിക്കും, ഓക്കെ, എന്നെക്കൊണ്ട് അതാവില്ല, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, ഞാനൊരു ലൂസറാണ്, എനിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലും ചെയ്യാൻ, എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് വേണം, എന്തുകൊണ്ട് ആൾക്കാരും, അങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സാണ് നമ്മുടെ ദിവസത്തിൽ 80% ഓഫ് ദ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് ഓൾസോ ക്യാൻ ബി പാർട്ട് ഓഫ് ആഫർമേഷൻ. അപ്പോൾ താങ്ക് യു പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഐ എം ഹാവിങ് എ ബ്യൂട്ടിഫുൾ ഡേ. ഓക്കെ, അതെപ്പോഴും പ്രസൻറ്റ് ടെൻസിലായിരിക്കും, വിൽ ബി എന്നുള്ളതല്ല കാര്യം. നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ മനോഹരമാണ്, ഇന്നത്തെ ദിവസം ഫുൾ ദൈവിക ചിന്തയിലാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവം ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട്, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഫാമിലിയെ ദൈവം എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ ക്യാൻ ബി എ പാർട്ട് ഓഫ് പ്രെയർ ആൻഡ് പോസിറ്റീവ് വേർഡ്സ്. ഓക്കെ, ഞാൻ വളരെ ഹാപ്പിയാണ്, ഇന്നത്തെ ദിവസം ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ വളരെ നിഷ്പ്രയാസം അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട്, പ്രയാസം എന്നുള്ള വേർഡ് അവോയ്ഡ് ചെയ്യാം നിങ്ങൾ പറയുമ്പോൾ, വളരെ ഈസി ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഓഫീസിൽ ടൈമിലെത്താൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ ഫ്രീ ആയിട്ടുള്ള റോഡ്സാണ്, അത് കാരണം എനിക്ക് വേഗം ഓഫീസിലെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് സെൻറ്റൻസസ് എഴുതുക. ഓക്കെ, ഇനി അഫർമേഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക അഫർമേഷൻസ്. ഓക്കെ, അപ്പോൾ ഓരോ കാര്യത്തിനും, ഹെൽത്തിന് നമുക്ക് അഫർമേഷൻസ് കൊടുക്കാം. ഓക്കെ, ഞാൻ വളരെ ആരോഗ്യവതിയാണ്, ഞാൻ വളരെ എനർജറ്റിക് ആണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ വിചാരിക്കും ഉള്ളിൽ ഓപ്പോസിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു പനി അല്ലെങ്കിൽ ജലദോഷം കൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നതായിരിക്കും പലരുടെയും ചോദ്യം. അഫർമേഷൻസിനെ കുറിച്ച് അധികം അറിയാത്തവരുടെ ചോദ്യം ആണ്. എനിക്കും ആദ്യം അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു പവർഫുൾ ടെക്നിക്കാണ് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ പറയുന്നതാണ് നമ്മുടെ മൈൻഡിന് ഫൈനൽ വേർഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ ഒരു ജീനിയാണെന്ന് വിചാരിക്കുക, നമ്മുടെ ഒരു മാസ്റ്ററും. അപ്പം നമ്മുടെ മാസ്റ്റർ എന്താണ് മൈൻഡിനോട് പറയുന്നത്, മൈൻഡ് അത് അതുപോലെ അബ്സോർബ് ചെയ്ത് അതുപോലെ പ്രാവർത്തികമാക്കും. അത് ശരിയാണോ തെറ്റാണോ, റിയാലിറ്റിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മൈൻഡിനെ തിരിച്ചറിയാൻ പറ്റില്ല. അത് നമ്മൾ ഭയങ്കര ഫീലിങ്സോടെ പറയുമ്പോൾ മൈൻഡ് വിശ്വസിച്ച് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽത്ത് അഫർമേഷൻസ് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി കൂടുതൽ ആരോഗ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കും. അതാണ് അഫർമേഷൻസിൻ്റെ പവർ. അത് എല്ലാ സക്സസ്ഫുൾ പീപ്പിളും ട്രൈ ചെയ്യുന്നതാണ്, എല്ലാ സെലിബ്രിറ്റീസും ഓക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതൊരു ഡെയിലി ലൈഫായിട്ട് റൂട്ടീനായിട്ട് മാറ്റുക. നമ്മളങ്ങനെ പോസിറ്റീവ് സെൻറ്റൻസസ് വെച്ചൊരു ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ എൻറ്റയർ ഡേ ആ എനർജി ഷിഫ്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ 2-3 ദിവസം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നിങ്ങൾ അത് റിപ്പീറ്റഡായി പറയുമ്പോൾ മൈൻഡിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി മെല്ലെ അബ്സോർബ് ആവും. ഓക്കെ, കാരണം കുറേ കാലം നമ്മൾ എഴുന്നേറ്റ് ഇരുന്നതും ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ കുക്ക് ചെയ്യണം, എന്തൊക്കെ ഓഫീസിൽ ടാസ്ക് ചെയ്യാനുണ്ട്, അയ്യോ എനിക്ക് ആ മാനേജറിൻ്റെ അടുത്ത് പോയി അങ്ങനെ സംസാരിക്കേണ്ട, അങ്ങനത്തെ സ്ട്രെസ്ഫുൾ ഡേ ആയിരിക്കും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്നൊരു സ്വിച്ച്, അതൊന്നൊരു ഷിഫ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ ആദ്യം മനസ്സിനെ ശാന്തമാക്കി സൈലൻസിൽ കൂടെ, എന്നിട്ട് നമ്മൾ മനസ്സിനോട് പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്, ഇന്നത്തെ എൻ്റെ ദിവസം വളരെ മനോഹരമായിട്ട് പോവുകയാണ് എന്ന് ഒരു 4-5 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ദിവസം അറ്റൈൻ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുക. ഓക്കെ, അത് വളരെ ഇഫക്റ്റീവ് ടെക്നിക്കാണ്. പ്ലീസ് ഫോളോ ഇറ്റ്. നെക്സ്റ്റ് വൺ, വി. ഓക്കെ, ഇനി ആ വി എന്താണെന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ. ഇനി ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ ഇനി അരമണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കഷ്ടമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ വരാനുള്ള, അതായത് അഫർമേഷൻ, വിഷ്വലൈസേഷൻ എല്ലാം കൂടെ ചെയ്യാൻ സമയമില്ലെങ്കിൽ സൈലൻസ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട്, ഓക്കെ, ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും, ഓഫീസിലോട്ട് യാത്ര ചെയ്യുന്നവർ ആ സമയം യൂസ് ചെയ്തിട്ട് അഫർമേഷൻസും വിഷ്വലൈസേഷനും ചെയ്യാൻ നോക്കുക. അല്ലാത്തവർ ത്രൂ ഔട്ട് ദ ഡേ,
ഓക്കെ, ഞാൻ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കാരണം നിങ്ങൾക്ക് വരുത്താവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ആദ്യം എനിക്കും ബുദ്ധിമുട്ടായിരുന്നു രാവിലത്തെ കുക്കിങ്ങും കുട്ടികളെ ഒരിക്കലും എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഇരുന്നു. അല്ലെങ്കിൽ ബെസ്റ്റ് തിങ് രാവിലെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് മോർണിംഗ് മിറക്കിൾ ആണെന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ഹോൾ ഡേ പ്രോഗ്രാം ചെയ്യേണ്ട സമയമാണത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ആൻ അവർ ഒന്ന് ഹാഫ് ആൻ അവർ നേരത്തെ എണീറ്റിട്ട് ചെയ്യാൻ നോക്കുക. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഹാഫ് ആൻ അവർ നേരത്തെ എണീറ്റ് ചെയ്യാം. അത് തീരെയും പറ്റാത്തവർ മാത്രമാണ് ഞാൻ പറയുന്നത് ത്രൂ ഔട്ട് ദ ഡേ, അതായത് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡേ, ത്രൂ ഔട്ട് ദ ഡേ അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 10 മണിക്ക് മുന്നേ ആയിട്ടെങ്കിലും ഇത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ എനർജി റെസ്റ്റ് ഓഫ് ദ ഡേ മെയിൻറ്റെയിൻ ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു വി, സോറി ഞാൻ ഇടയിൽ ഒന്ന് ഡൈവേർട്ടായി പോയി. വി പറഞ്ഞ വിഷ്വലൈസേഷൻ. എന്താണ് വിഷ്വലൈസേഷൻ? നിങ്ങൾ എന്താണ് ആ ദിവസത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ നിങ്ങളുടെ മൈൻഡ്സ് ഐ അല്ലെങ്കിൽ മനക്കണ്ണിൽ അത് കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മളെന്താ കാണുക, എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും പെട്ടെന്ന് വരും. ഓക്കെ, ഇന്ന് ഞാൻ ട്രാഫിക്കിൽ പെട്ടു, ലേറ്റ് ആവാൻ പോകുന്നു, എൻ്റെ കാര്യങ്ങൾ ശരിയാവുന്നില്ല, എൻ്റെ വർക്ക് ആ പ്രോജക്റ്റ് ഇന്ന് തീരുമെന്ന് അറിയില്ല, അങ്ങനെ പല കാര്യങ്ങളും നെഗറ്റീവ് ഇതിൽ പോയിട്ട്. അപ്പോൾ ഇത് അഫർമേഷൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റെപ്പാണ്. അത് നമ്മൾ കണ്ണടച്ച് ആ ഒരു മൂവി കാണുന്നത് പോലെ കാണുക. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ വേണം. ഓക്കെ, ടൈമിന് ഓഫീസിലെത്തുന്നു, കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് പോകുന്നു, എല്ലാ ജോലികളും ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ആ ദിവസം വേണ്ടത്? ഓക്കെ, അതിനെക്കുറിച്ചെല്ലാം വിഷ്വലൈസ് ചെയ്യുക. കാരണം ഒരു തോട്ട്, ഒരു പിക്ചർ നിന്നാണ് നമ്മുടെ ആക്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, തോട്ട്സ് ബിക്കം വേർഡ്സ്, വേർഡ്സ് ബിക്കം ആക്ഷൻസ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ തോട്ട് സൈലൻസിൽ അവിടെ പ്രോഗ്രാം ചെയ്തു, പിന്നെ വേർഡ്സിൽ ആഫർമേഷൻസിൽ പ്രോഗ്രാം ചെയ്തു, എന്നിട്ട് അത് നമ്മൾ വിഷ്വലൈസേഷനിൽ കൂടെ ആക്ഷൻ ആക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് മൈൻഡിൽ കാണുമ്പോൾ എഗെയിൻ മൈൻഡ് അത് ഇമാജിനറി ആണോ റിയൽ ആണോ എന്ന് മനസ്സിലാക്കില്ല. ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണം എടുത്ത് നോക്കുക. നിങ്ങൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്തിട്ട് വന്നതായിരിക്കും. അപ്പോൾ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു റഫ് ഒരു മൂവിയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സ്ഥലത്ത് പോയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ്. ഓക്കെ, സൈറ്റ് സീയിങ് ആണോ, ഷോപ്പിംഗ് ആണോ, സ്വിമ്മിങ് ആണോ, നേച്ചർ വാക്ക് ആണോ, അതൊക്കെ നിങ്ങൾ ഒരു ഇമാജിനറി വേൾഡിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും. ഓക്കെ, അതൊരു തരം വിഷ്വലൈസേഷൻ തന്നെയാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ പോകുന്നു, ഓഫീസിൽ പോകുന്നു, ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ മീറ്റിംഗ്, നിങ്ങൾ എല്ലായിടത്തും നല്ല രീതിയിൽ സംസാരിക്കുന്നു, നിങ്ങളുടെ മീറ്റിങ്ങിൽ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു, എല്ലാവരും നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, അതൊക്കെ നിങ്ങൾ മൈൻഡിൽ കാണുക. കാരണം ഒരു 5 മിനിറ്റ്സ് എടുത്ത് നമ്മുടെ ഒരു ഡ്രീം കാണുന്നത് പോലെ അത് കാണാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡ്രീംസ് കാണാൻ തന്നെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിൽ എല്ലാവരും, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എല്ലാവരും എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് യു ഹാവ് ടു ഡ്രീം. അത് നടക്കുമോ നടക്കില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഇഫക്റ്റീവ് ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ. ഓക്കെ, നൗ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഓക്കെ, സേവേഴ്സ് എന്നാണല്ലോ പറഞ്ഞത്. ആണ് എക്സസൈസ്. ഓക്കെ, അപ്പോൾ എക്സസൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാവിലെ പറ്റുവാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ബ്രിസ്ക് വാക്ക്, ഓക്കെ, അത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. കാരണം എന്താണ്? കാരണം 8 hours ബോഡി റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് എനർജി പെപ്പപ്പ് ആവാൻ വേണ്ടിയിട്ട്, ആ ദിവസം ഒരു എനർജി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് നടക്കുക. ഓക്കെ, ചിലവർ രാവിലെ ഓടാൻ പോകുന്നവരുണ്ടാവും, നടക്കാൻ പോകുന്നവരുണ്ടാവും. വളരെ നല്ല കാര്യമാണ് അത്. എല്ലാവരും ഓക്കെ, എസ്പെഷ്യലി ലേഡീസ്, ഹൗസ് വൈഫ്സ്, നിങ്ങളുടെ റുട്ടീനിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി നിങ്ങൾക്ക് എക്സസൈസ് അല്ലെങ്കിൽ നടക്കാൻ പറ്റുമെങ്കിൽ, ചിലവർക്ക് യോഗ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, യോഗ അല്ലെങ്കിൽ ഡാൻസ്, ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് എക്സസൈസ്. അത് നല്ല ഹൈ എനർജി മ്യൂസിക് വെച്ചിട്ട് ഒന്ന് ബോഡി മൂവ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിലും ആവാം. ഓക്കെ, അത് ഞാൻ ലേഡീസിനെ അഡ്രസ്സ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള ബോഡി മൂവ്മെൻറ്റും ഓക്കെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങളുടെ മൂഡ് തന്നെ അപ്ലിഫ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ബോഡി മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നെഗറ്റീവ്, ഇപ്പോൾ എന്തെങ്കിലും ഇറിറ്റേറ്റഡ് ആണെങ്കിൽ അതിനെ പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഓക്കെ നമുക്കൊരു നല്ല പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു മൂഡ് ഷിഫ്റ്റ് തോന്നില്ലേ? അതേ തന്നെയാണ് ഈ എക്സസൈസും ചെയ്യുന്നത്. ഒരു ഹൈ എനർജി മ്യൂസിക് ഇട്ടിട്ട് ഒന്നില്ലെങ്കിൽ ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ വാക്ക്, എക്സസൈസ്, യോഗ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതൊരു 10 to 15 മിനിറ്റ്സ് നിങ്ങളുടെ മോർണിംഗ് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഒരു മസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. കമ്മിങ് ടു നെക്സ്റ്റ് ഓക്കെ, സേവർ.
ആറെന്ന് പറഞ്ഞാൽ റീഡിങ്. ഇന്നത്തെ മൊബൈൽ ടെക്നോളജിയും വീഡിയോയും ഇതൊക്കെ ഉള്ള സമയത്ത് റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദാറ്റ്സ് എ വെരി സാഡ് ഫാക്ട്. അപ്പം നിങ്ങളെല്ലാവരും ഞാൻ എൻകറേജ് ചെയ്യണ വേറൊരു കാര്യം റീഡിംഗ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഒരു സെൽഫ് ഡെവലപ്മെൻ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതല്ല ഞാൻ പറയണത്, ഒരു ബുക്ക് എടുത്ത് വായിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക. ഓക്കെ, അതല്ലെങ്കിൽ ജസ്റ്റ് വായിക്കുക. അത് ഇനി രാവിലെ ചെയ്യാൻ പറ്റാത്തവർ രാത്രിയെങ്കിലും ചെയ്യുക, ഉറങ്ങാൻ പോണതിന് മുമ്പ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വളരെ ഒരു യൂഷ്വൽ ഹാബിറ്റായിരുന്നു വായിച്ചിട്ട് കിടക്കുക എന്നുള്ളത്. അപ്പോൾ അതാവുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യം നമ്മളെ മൈൻഡിലായിട്ട് ബ്രെയിനിലോട്ട് നേരെ പോവും, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇംപ്രിൻ്റ് ആവും. ഇനി വായിക്കുന്ന കാര്യത്തിൽ ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ മാഗസീൻസോ അല്ല ഞാൻ ഇവിടെ പറയുന്നത്, സംതിങ് നിങ്ങൾക്ക് പഠിക്കുന്നതായിട്ട്. ഓക്കെ, സംതിങ് എഡ്യൂക്കേഷണൽ, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ബുക്ക് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോണിലാണ് ഡൗൺലോഡ് ചെയ്ത് വായിക്കണമെങ്കിൽ അതും ഓക്കെ ആണ്. ഓക്കെ, യു ക്യാൻ ഡു എനിത്തിങ്. ഇനി അതും പറ്റില്ലെങ്കിൽ ഓഡിയോ ബുക്കും കേൾക്കാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ സോളിനെ നറിഷ് ചെയ്യുന്ന കാര്യമാണത്. അപ്പോൾ ആദ്യം ബോഡിയെ നറിഷ് ചെയ്തു ത്രൂ എക്സസൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പോലെ സോളിനെ നറിഷ് ചെയ്യുന്ന കാര്യമാണ് ഇത്. ഓക്കെ, നമ്മുടെ നോളജിനെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലാസ്റ്റ് എസ് ആണ് സ്ക്രൈബിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ജേർണലിംഗ്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് രാത്രി വേണമെങ്കിൽ ചെയ്യാം, രാവിലെ സമയമില്ലെങ്കിൽ. ഒന്നില്ലെങ്കിൽ രാവിലെ നിങ്ങളുടെ ആ ദിവസത്തെ പ്ലാൻ എഴുതുക, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ജേർണലിംഗ് ഈസ് വാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് വരുന്ന ചിന്തകൾ യു ക്യാൻ പെൻ ഡൗൺ. ഓക്കെ, നിങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ആണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. ഓക്കെ, 10 points ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾ എന്തൊക്കെയാണ് താങ്ക് ചെയ്യണത് അത് എഴുതാം. നിങ്ങളുടെ പ്ലാനിനെ കുറിച്ച് എഴുതാം. ഇനി രാത്രി കാണുന്നതാണെങ്കിൽ ആ ദിവസത്തെ നല്ല കാര്യങ്ങൾ മാത്രം എഴുതുക. ഓക്കെ, കാരണം നമ്മുടെ ഡയറിയിൽ നെഗറ്റീവ് തിങ്സ് കുറിച്ച് ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പോസിറ്റീവായിട്ട് എന്തൊക്കെയാണ് ചെയ്തത് അതിനെക്കുറിച്ച് എഴുതുക. അത് ജേർണലിംഗ് ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ മൈൻഡ് ബോഡി കണക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ എഴുതുമ്പോൾ അത് കുറച്ചും കൂടെ. ഇനി ആഫർമേഷൻസും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഐ എം ഹാവിങ് എ വെരി പോസിറ്റീവ് ഹാപ്പി ചെയർഫുൾ ലൈഫ്. ഓക്കെ, എനിക്ക് വളരെ സന്തുഷ്ടയാണ്, എൻ്റെ ജീവിതം വളരെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആഫർമേഷൻസും എഴുതാം. ഓക്കെ, അപ്പോൾ ജേർണലിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട മോർണിംഗ് റൂട്ടീനിൽ യൂഷ്വലി ഇൻക്ലൂഡ് ചെയ്ത സാധനങ്ങൾ. ആൻഡ് എല്ലാ സക്സസ്ഫുൾ പീപ്പിളും ഈ സേവേഴ്സ് എന്നുള്ള കാര്യം അവരുടെ ജീവിതത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കുക. ഒന്നില്ലെങ്കിൽ രാവിലെ അരമണിക്കൂർ നേരത്തെ എണീറ്റിട്ട് ഇതെല്ലാം ചെയ്യുക. ഇനി അത് ബോറിംഗ് ആയിട്ട് റൂട്ടീനായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡേ എപ്പോഴെങ്കിലും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന വ്യക്തി വേറൊരു ദിവസം ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ യോഗ ചെയ്യുക. ഓക്കെ, റീഡിങ്ങിന് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബുക്സ് തിരഞ്ഞെടുക്കുക വായിക്കാൻ. അപ്പോൾ നിങ്ങൾക്കത് ഒരു 10 പേജെങ്കിലും വായിക്കുക. ഓക്കെ, ആഫർമേഷൻ വിഷ്വലൈസേഷൻ ബോറിംഗ് റൂട്ടീൻ ആക്കാനില്ല. അത് ഭയങ്കര ഹൈ എനർജി ആയിട്ട് ആഫർമേഷൻസ് നിങ്ങൾ പറയുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് പറയുക. അപ്പോഴാണ് അതിന് പവർ കൂടുക. ആൻഡ് വിഷ്വലൈസേഷൻ ബോറിംഗ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മൈൽഡായിട്ടൊരു മ്യൂസിക് വയ്ക്കാം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒരു മൂവി കാണുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിനെ ഒരു മൂവി ആയിട്ട് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിലും ഈ വിഷ്വലൈസേഷനിൽ കാണുന്നത് വേണമെങ്കിലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു സാറ്റർഡേ സൺഡേ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു മൂവി സ്ക്രിപ്റ്റ് എഴുതുന്നത് മാതിരി ഒരു ജേർണൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി, അത് ഞാൻ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടില്ല. അതായത് വീനസ് വില്യംസ് ആൻഡ് സെറീന വില്യംസിൻ്റെ അച്ഛൻ റിച്ചർഡ്, അവർ ഈ കുട്ടികൾ ജനിക്കുന്നതിന് മുന്നേ 50 പേജുള്ള ഒരു പേജസ് അവരുടെ സ്ക്രിപ്റ്റായിട്ട് എഴുതി എന്നാണ് പറയുന്നത്, അതിൽ കാണിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഈ കുട്ടികൾ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അവർ സക്സസ്ഫുൾ ആവാൻ പോകുന്നത് എന്ന് മുഴുവൻ അവരുടെ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, എഴുതുമ്പോൾ അതിന് കൂടുതൽ പവറാണ്. ഓക്കെ, കാരണം നമ്മൾ വെറുതെ ചിന്തിക്കുമ്പോൾ അത് വേപ്പറായി പോവുകയാണ്. ഓക്കെ, വാട്ട് എവർ ഈസ് റിട്ടൺ വിൽ ഹാപ്പൻ എന്നാണ് ഒരു നോൺ ഫാക്റ്റാണത്. അപ്പോൾ ഈ സ്ക്രൈബിങ്ങിൽ നിങ്ങൾക്ക് ജേർണലിങ്ങും നിങ്ങളുടെ
ലൈഫിൻ്റെ സ്ക്രിപ്റ്റും എഴുതി വെക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്, എന്തിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഫിനാൻസസിനെ കുറിച്ച് അതൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് ഓരോ ദിവസം ജേർണലിങ്ങിൽ, പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അത് സൈലൻസിലായാലും അഫർമേഷനിലായാലും സ്ക്രൈബിങ്ങിലായാലും. ഓക്കെ, അതിൻ്റെ ഇഫക്റ്റ് തന്നെ ഒരു 10-15 ഡേയ്സിൽ നിങ്ങൾക്ക് വാസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോർണിംഗ് റുട്ടീന് നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്താൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് പ്ലീസ് ട്രൈ ചെയ്യുക. ഐ വുഡ് സജസ്റ്റ്. അത് 1-2 ദിവസം ചെയ്തിട്ട് പ്ലീസ് നിർത്താനുള്ള കാര്യമല്ല. അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ട്രൈ ഫോർ 1 month. ഓക്കെ, ഒരു മാസം കണ്ടിന്യൂസ് ആയി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കം ബാക്ക് ടു ദിസ് വീഡിയോ, കോമെൻറ്റ്. എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ചസ്, ഷിഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്ത് ഡെഫിനറ്റാണ് അത് ഉണ്ടാവുമെന്ന്. നിങ്ങളുടെ ആങ്കർ മാനേജ്മെൻറ്റ്, നിങ്ങളുടെ മൂഡ് സ്വിങ്സ് എല്ലാം ബെറ്റർ ആവും. ഓക്കെ, നിങ്ങൾക്കൊരു മച്ച് ക്ലാരിറ്റി, ഓക്കെ, ഭയങ്കര ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങും. അപ്പോൾ അതെന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായതെന്ന് ഈ വീഡിയോൻ്റെ താഴെ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അതിന് മുന്നേ ആയിട്ട് ഇത് ചെയ്യാൻ പോണവർ, ഓക്കെ, ഇതെന്തായാലും നിങ്ങൾ ലൈഫിൽ ട്രൈ ചെയ്യാൻ പോകണം എന്നുള്ളവർ സേവേഴ്സ് എന്ന് കോമെൻറ്റ് ചെയ്യുക ഈ വീഡിയോൻ്റെ അടിയിൽ. ഓക്കെ, അപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ നല്ലൊരു മോർണിംഗ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ എല്ലാവർക്കും നല്ല ആശംസകൾ തരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു ആൻഡ് ബൈ.